ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകൊട്ടു. അതായത് ശുക്രന്റെ രാശി മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ മേടം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ മിഥുനം 15-ാം തീയതി, അതായത് ജൂൺ 29-ാം തീയതി രാത്രി ഏകദേശം 11:40 കൂടിയിട്ട് ഇടമൻ രാശിയായിട്ടുള്ള സ്വക്ഷേത്രം, അതായത് ശുക്രന്റെ സ്വക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ബലവാൻ ആകാൻ പോവുകയാണ്. ഇത്രയും കാലം ശത്രുക്ഷേത്രത്തായിരുന്നു നിന്നത്, അതിപ്പോ മാറി അവന്റെ സ്വക്ഷേത്രമായിട്ടുള്ള സ്വന്തം വീട്ടിലേക്ക് മാറുമ്പോൾ ശുക്രന് പ്രത്യേക ഒരു പവർ കിട്ടും, അല്ലെങ്കിൽ ഒരു ബലം കിട്ടും എന്നാണ് പറയുന്നത്. ആ ബലത്തോടു കൂടി തന്നെ മറ്റുള്ളവർക്ക് ആ ശുക്രനെ കൊണ്ട് എങ്ങനെയുള്ള ഉപകാരങ്ങൾ ഉണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ജൂൺ 29-ന് മാറുന്ന ശുക്രൻ ഏകദേശം ജൂലൈ 26 വരെ, ഒരു 28 ദിവസം വരേക്കാണ് ഏകദേശം ഈ ഫലം ഉള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് ശുക്രന്റെ ഫലത്തെ പറ്റി നോക്കാം. ധനുക്കൂറുകാർക്കാണെങ്കിൽ 6-ാം ഭാവത്തിലുള്ള ശുക്രൻ അനുകൂലം തന്നെയാണ്. 6-ാം ഭാവം തസ്കരാരാധ വിഘ്നാദ വ്യാധിച്ച, അപ്പോൾ കടബാധ്യത സംബന്ധമായിട്ടുള്ള ഒരു ഭാഗത്താണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ കടത്തിനെല്ലാം ഒതുക്കി തീർക്കുവാനും, അതുപോലെ റിപ്പയർ ആയിട്ടുള്ള വാഹനങ്ങളെല്ലാം റിപ്പയറിന് കൊടുത്ത് അത് ശരിയാക്കി വരും. എത്ര റിപ്പയർ ആയിട്ടുള്ള വാഹനങ്ങളായാലും അതെല്ലാം ചെയ്തു വരുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് വസ്ത്ര സംബന്ധമായിട്ടുള്ള എല്ലാവിധ വിഘ്നങ്ങളും മാറി വരുവാനുള്ള വസ്ത്ര വിപണി പുനരുദ്ധരിക്കാനും, അതുപോലെ തന്നെ വസ്ത്ര വിപണിയിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ടാവും. വിവാഹ സംബന്ധമായിട്ടുള്ള ആലോചനകൾ മറ്റുള്ളതും വരുന്നു. വാഹന സംബന്ധ കാരണനായിട്ടുള്ള ശുക്രനായ കാരണം കൊണ്ട് വാഹനങ്ങളാൽ ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതിൽ ഉൾപ്പെടുന്നവർക്കും വളരെ ഗുണാനുഭവങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ കളത്രകാരകനാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത ഈ മാറ്റത്തിൽ ചിലപ്പോൾ ഈ മാസം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നത്. കാരണം ഈ രാശി മാറുന്നതിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. ശുക്രൻ 7-ാം ഭാവത്തിൽ ഒന്ന് പറഞ്ഞാൽ ഗുണം കാര്യം കിട്ടില്ല. അപ്പോൾ 6-ാം ഭാവത്തിലാണ് ഈ ഗുണമുള്ളത്. അപ്പോൾ 6-ാം ഭാവത്തിൽ തന്നെ അത് തെളിഞ്ഞു വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് വാഹനകാരകനും വസ്ത്രകാരനും സുഗന്ധകാരകനും കൂടിയാണ്. സുഗന്ധ വ്യജ്ഞകാരകനാണ്. സുഗന്ധദ്രവ്യങ്ങൾ, അത്തർ, മറ്റ് സ്പ്രേ അങ്ങനെയുള്ള വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൻകിട ബിസിനസ് ലാഭങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്വർണ്ണാഭരണത്തിൻ്റെ മേഖലയിൽ അതായത് കലാ കായിക മേഖലകളിലും അതുപോലെ സിനിമ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ശുക്രന്റെ കാരകത്വമാണ് സിനിമാ മേഖലയ്ക്കുള്ളത്. അപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണാനുഭവങ്ങളൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ധനുക്കൂർ വിട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് ശുക്രൻ. 5-ാം ഭാവത്തിൽ വളരെ അനുകൂലം തന്നെയാണ്. പുത്രസന്താന സംബന്ധമായിട്ടുള്ള ഭാവമാണ് 5-ാം ഭാവം. അതുപോലെ പുത്രലബ്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക്, അതായത് സന്താനങ്ങൾക്ക് നല്ല നല്ല വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുവാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ട പഠിപ്പിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും, വസ്ത്രങ്ങൾ, യൂണിഫോം അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അവരുടെ കാര്യങ്ങളിലൊന്നും ഒരു മുടക്കം കൂടാതെ ചെയ്യുവാൻ പറ്റും. മക്കൾ കാർ വേണമെന്ന് പറയും, ചിലപ്പോൾ ബൈക്ക് വേണമെന്ന് പറയും, അങ്ങനെ സൈക്കിൾ വേണമെന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ മകരക്കൂറിൽപ്പെട്ടിരിക്കുന്ന അവർക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കിട്ടുവാനുള്ളത്. അതുപോലെ പുതിയ വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാനും ഷോപ്പിംഗ് ചെയ്യാൻ. ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ ചുരുങ്ങിയത് 4-5 ഷർട്ടോ പാൻറ്റൊക്കെ എടുത്തിട്ട് വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് വസ്ത്ര സംബന്ധമായിട്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ വിവാഹ സമയമായിട്ടുള്ള യുവതി യുവാക്കൾക്ക് പ്രായം എത്തി നിൽക്കുകയാണെങ്കിൽ വിവാഹ സംബന്ധങ്ങൾ വരുവാനുള്ള സാധ്യത. അതുപോലെ തന്നെ പ്രണയകാരകനും കൂടിയാണ് ശുക്രൻ. അപ്പോൾ പ്രണയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയങ്ങൾ പൂവണിയുവാനുള്ള സാധ്യത. യുവതി യുവാക്കൾ തമ്മിൽ പ്രണയത്തിൽ ഏർപ്പെടുകയും പ്രണയത്തിൽ ഏർപ്പെടുകയും പ്രണയത്തിൽ അത് അടുക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് വിവാഹത്തിൽ ചിലപ്പോൾ കലാശിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും. വിവാഹം നടക്കുവാനുള്ള സാധ്യത പ്രണയിക്കുന്നവർക്കാണെങ്കിൽ അത് വിവാഹ സംബന്ധമായിട്ട് വരുവാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് ഉണ്ടാവും. വാഹന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വൻ ലാഭപ്രതീക്ഷയും വൻ ബിസിനസ് പ്രതീക്ഷയും നൽകുന്ന ഒരു സമയമായിരിക്കും ഈ സമയം ശുക്രന്റെ ഒരു രാശി മാറ്റത്തെ കൊണ്ട് വരുന്നത് എന്ന് തന്നെ പറയാം.
സൂപ്പറാണ്. മീനക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ മീനക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലുള്ള സൂപ്പറാണ്. 3-ാം ഭാവത്തിൽ സൂപ്പർ അനുകൂലം തന്നെയാണ്. അത് കാരണം കൊണ്ട് വളരെ ലാളിത്യപരമായിട്ടുള്ള ജീവിത രീതികളും സഹായ ഹസ്തങ്ങളും മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടുകയും അതായത് മറ്റുള്ളവർ ചിലപ്പോൾ വസ്ത്രം വാങ്ങിച്ച് തരാനുള്ള സാധ്യതകളും മറ്റുള്ളവരാൽ ചിലപ്പോൾ നമ്മൾക്ക് പലവിധ സഹായങ്ങളും ചിലപ്പോൾ പ്രസന്റേഷനെല്ലാം മറ്റേ നമുക്ക് ഗിഫ്റ്റ് എല്ലാം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വാഹനങ്ങളുടെ ഗിഫ്റ്റ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ബർത്ത്ഡേക്ക് എല്ലാം ഗിഫ്റ്റായിട്ട് വാഹനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കാറായിരിക്കും, ചില ബൈക്കായിരിക്കും, അങ്ങനെയുള്ള ഇതുണ്ട്. അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല ഗുണങ്ങളാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുഭവങ്ങളുള്ള ഒരു ഗുണങ്ങളാണ് ഈ മീനക്കൂറുകാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ സ്വക്ഷേത്രത്തിലുള്ള രാശിമാറ്റത്തിലൂടെ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. നമസ്കാരം.